ഒട്ടും പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ് ഇന്ന് പോകുന്നത്. വയനാട്ടിൽ നിന്നും തൊട്ടടുത്ത കർണാടക ജില്ലയിലെ കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ്. ഇത്രയും അടുത്തുണ്ടായിട്ടും ഇതുവരെ പോയി കണ്ടിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഓർക്കപ്പോലത്തെ ഒരു അവസരം വന്നതുകൊണ്ട് എല്ലാത്തിനും തട്ടിക്കൂട്ടി വണ്ടി കയറ്റി പോവുകയാണ്. രാത്രി ഒന്നും കിട്ടില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു ചക്ക എടുത്ത് വയ്ക്കാൻ തോന്നി. അത് ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അങ്ങനെ രാത്രി 1 മണിയായപ്പോൾ ഞങ്ങൾ കർണാടകയിലെ പെരിയപട്ടണത്ത് നിന്ന് മൈസൂർ പോകുന്ന റോട്ടിൽ തപ്പി പിടിച്ചൊരു മലയാളി ഹോട്ടൽ കിട്ടി. അവിടെ പൊറോട്ടയും ചപ്പാത്തി ചിക്കനും ഒക്കെ ഉള്ളതുകൊണ്ട് സമാധാനമായി. എല്ലാവരും ഒന്ന് കഴിച്ച് വിശ്രമത്തിലാണ് കേട്ടോ. വിശ്രമം മാത്രമല്ല, കാര്യമായ പ്ലാനിങ്ങിലാണ്. ഇനി എങ്ങോട്ട് പോകും, എവിടെ റൂം എടുക്കും, പിന്നെ 1-2 മണിക്കൂറേ നേരം വെളുക്കാനുള്ളതുകൊണ്ട് റൂം എടുക്കണോ, വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും ആലോചിച്ച് ഓർത്തു, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, നമുക്കൊരു റൂം എടുത്തേക്കാം. അങ്ങനെ പാറൂസിൻ്റെ ഉറക്കം വരൽ കണ്ടപ്പോൾ തോന്നി റൂം എടുത്ത് എവിടെയെങ്കിലും പാറുവിനെ കൊണ്ട് സുഖമായിട്ട് കിടത്താം എന്ന്. പിന്നെ അപ്പൂസ് കാര്യമായിട്ട് എന്തോ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആർക്കറിയാം എന്താണെന്ന്. അല്ലൂസും അച്ചൂസും ലാലൂസും ഭയങ്കര കളിയാണ് കേട്ടോ, കണ്ണാപ്പിയും കൂടെ. അങ്ങനെ ഞങ്ങൾ പെരിയപട്ടണത്ത് വന്ന ഒരു റൂം എടുത്തു. നോക്കുമ്പോൾ റൂമിന് ഭയങ്കര റേറ്റ്. ആകെ 4 മണിക്കൂറോ 5 മണിക്കൂറോ നേരം വെളുക്കാൻ കഷ്ടമുള്ളൂ. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കിടക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരും ആരൊക്കെയാണെന്നല്ലേ? ഞാനും എൻ്റെ കെട്ടിയോനും എൻ്റെ 2 മക്കളും, പിന്നെ എൻ്റെ ആങ്ങളയുടെ വൈഫ്, 2 കുട്ടികൾ, അനിയത്തിയുടെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. അങ്ങനെ 3 ഫാമിലിയാണ് ഈ വണ്ടിയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 9:30 എല്ലാവരും കുളിച്ച് ഫ്രഷായി ഒരുങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കുശാൽ നഗറിലേക്ക് പോവുകയാണ്. വഴി അറിയാവുന്ന ഒരാളേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ. അത് അനിയത്തിയുടെ കെട്ടിയോനാണ്, പേര് സുധീഷ്. വഴി അറിയാവുന്നത് കൊണ്ട് തന്നെ കുറേ ദൂരം കൊണ്ടേ ഞങ്ങൾ വഴി തെറ്റിച്ചു. അവിടെ നിന്ന് പിന്നെ ഒരുവിധം ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, വന്ന വഴി തന്നെ കുറച്ചും കൂടെ പുറകിലോട്ട് പോയിട്ട് വേണം നിങ്ങൾക്ക് കുശാൽ നഗർ പോകാൻ. അങ്ങനെ എന്താണ് വഴിതെറ്റിപ്പോൾ തന്നെ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റി കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ അടുത്താണ് ഈ ഒരു തടാകം. ആമ്പലാണോ താമരയാണോ എന്നൊന്നും അറിയത്തില്ല, ഏതോ ചെടി. ഇത് ഏത് പൂവാണ്, ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് കർണാടക അറിയത്തില്ല, അവർക്ക് മലയാളം അറിയത്തില്ല. പോലീസുകാരനെ ഒച്ചയിട്ട പോടി വണ്ടി കയറി. ഇനി കുശാൽ നഗറിലേക്കുള്ള യാത്രയാണ്. വഴി തെറ്റിയെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റി. ദോശയാണോ ഇഡലിയാണോ അതോ ഇനി ദൊഡലിയാണോ എന്ന് സംശയം തോന്നുന്ന ഒരു ഫുഡ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സാമ്പാറും കൂട്ടി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിച്ചു. നേരെ കുശാൽ നഗറിലേക്ക് പോവുകയാണ്. ഇതവരുടെ കുശാൽ നഗറിലെ അവരുടെ മൊണാസ്ട്രിയുടെ ഒരു വലിയ മതിൽക്കെട്ടാണ് കേട്ടോ. ഇതിനകത്താണ് ഒത്തിരി മൊണാസ്ട്രികളുള്ളത്. ഇത് കുറച്ച് അങ്ങ് വരെ ഉണ്ട്. ഇങ്ങനെ തന്നെ ബിൽഡിങ്ങുകളായിട്ട് കുറേ അങ്ങ് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കാണാൻ കഴിയുന്നത്. വണ്ടിയിൽ അങ്ങനെ പിള്ളേരും എല്ലാവരുമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം അവിടെയുള്ള ആ മൊണാസ്ട്രികളും അവിടെയുള്ള ആ ആൾക്കാരും അവരെയൊക്കെ കാണാനുള്ള ഒരാഗ്രഹം. ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് കണ്ടു. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണം. വണ്ടി പാർക്ക് ചെയ്യാൻ വലിയ വിശാലമായ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു പോവുകയാണ്. എല്ലാവരും കൈകോർത്ത് പിടിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടേജിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ, നിർത്തിയെടുത്തുനിന്ന്. അനിയത്തി കുഞ്ഞാവിനെ എടുത്ത് പോകുന്നുണ്ട്, നാത്തൂനതാ പോകുന്നു, അപ്പൂസിനെയും കൊണ്ട് ഏട്ടനും പോകുന്നുണ്ട് പുറകെ. വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നൊരു ഡൗട്ടായിരുന്നു, എന്നാലും വീഡിയോ എടുത്തു. കാരണം എല്ലാവരും കയ്യിലും ഫോണുണ്ടേ. ഒരു അക്കോസേട്ടൻ പോണു, കണ്ടില്ലേ? അക്കോസേട്ടനും ഉണ്ണിക്കുട്ടനും ഉണ്ട് കൂടെ. ഇത് നമ്മൾ കയറി വരുന്നതിൻ്റെ ഫ്രണ്ടിലൊരു മൊണാസ്ട്രിയാണേ. അപ്പം ആ മൊണാസ്ട്രിയേക്കാളും അവിടുത്തെ ഒരു അന്തരീക്ഷമാണ് നല്ലൊരു നല്ലൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമാണേ. അങ്ങനെ ഈ മൊണാസ്ട്രിയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പിള്ളേരും എടുത്തു, ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടും ഒരുമിച്ചൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതിലേ അല്ല കയറുന്നത്, അതിൻ്റെ വലതുവശത്തോടെ കറങ്ങി വന്നിട്ടാണ് കയറുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴി ഒത്തിരി ദീപങ്ങൾ തെളിയിച്ച് വെച്ചിരിക്കുന്ന ഇത് ചില്ലാണ്. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ നമ്മളിത് കാണുന്നത്. അതിൻ്റെ പുറത്ത് വിളക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഓരോ മൊണാസ്ട്രിയുടെയും ചുറ്റും ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നടക്കാനുണ്ട് കേട്ടോ. ഒരുവിധം നല്ല മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള പ്ലേസാണ്. നല്ല ചെടികളും മരങ്ങളും പിന്നെ നല്ല വൃത്തിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയിൽ കുറേ ചെടികൾ, കുട്ടികൾക്കൊക്കെ ഓടി നടന്ന് കാണാനും അവർക്ക് ഓടിക്കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെ കുറേ നേരം ഓരോരുത്തരൊക്കെ പിള്ളേരെ എടുത്ത് മടുത്തു, നടന്നു. ചിലർ കാഴ്ച കാണുന്നു, ചിലർ കിടക്കുന്നു. നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും കൂടെ നടന്ന് ഓരോ മൊണാസ്ട്രീൻ്റെ ഉള്ളിലും കയറി കണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഓരോ മൊണാസ്ട്രിയിലും ഉണ്ടാകും. പക്ഷേ എല്ലാ കൊത്തുപണികളും അതിൻ്റെ ഉള്ളിലെ ശില്പങ്ങളൊക്കെ കാണാനൊക്കെ ഏകദേശം ഒരുപോലെ. ഇത് ഒരു മൊണാസ്ട്രിയുടെ ഉള്ളാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. അതിൻ്റെ ഉള്ളിലെ കൊത്തുപണികളെക്കാളും ഒക്കെ ഭംഗിയെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലാണ്. കുറേ നേരം കണ്ണടച്ച് അവിടെ ഇരിക്കാൻ തോന്നും നമുക്ക്. നല്ലൊരു തണുപ്പുള്ളൊരു സ്ഥലമാണ് ഉള്ളിൽ. ഒത്തിരി യാത്രക്കാർ അല്ലെങ്കിൽ സന്ദർശകരൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അവരുടെ കൂടെ അവിടുത്തെ ആൾക്കാരുടെ കൂടെ ഫോട്ടോസ് എടുക്കാനും നമുക്കിപ്പോൾ പറ്റും കേട്ടോ. അവരോട് ഒരു പിക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കുന്നുണ്ട് അതിന് വേണ്ടി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ആരും കിട്ടില്ല. കുറേ നേരം നോക്കി, പിന്നെ ചോദിക്കാനുള്ളൊരു മടി കൊണ്ട് ആരും ചോദിച്ചില്ല. സാരല്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അവരെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് ചുറ്റും ഒന്ന് കറങ്ങിയെടുത്തതാണ്. പിന്നെ ഇത് പുറത്തവർ ഇത് ഇങ്ങോട്ടേക്കുള്ളതാണോ അതവരുടെ വേറെ രാജ്യത്തുള്ളതാണോ ഇതൊന്നും എന്താണെന്ന് ചോദിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഇത് പിന്നെ ചുമ്മാ എടുത്താണ് കേട്ടോ. ഇത് സൗണ്ട് നല്ല രസമാണ്. ഗ്ലാസ്സുകൾ തമ്മിൽ കൂട്ടിയെടുക്കുന്നത് നല്ല സൗണ്ടാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഇത് വെറും കാടാണ്. പക്ഷെ കാടാണെങ്കിലും എന്തോ ഒരു ഭംഗി, അതിൻ്റെ വീഡിയോ എടുക്കാൻ എന്തോ ഒരു ഭംഗി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണിത്. കുട്ടീസൊക്കെ ആകെപ്പാട് ക്ഷീണിച്ചു. ഇനിയിപ്പോൾ വയനാട്ടിൽ ചെന്ന് ആങ്ങളുടെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ഞങ്ങളുടെ വീട്ടിലോട്ടാണ് മടക്കം. അങ്ങനെ ഇതുപോലെ വയനാട്ടിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനാണ്. ഇപ്പോൾ വയനാടിന് പുറത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത്. വയനാട്ടിൽ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളാണല്ലോ, വലിയ വലിയ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒപ്പം നിങ്ങളുണ്ടാവില്ലേ? തിരിച്ചു പോരുന്ന യാത്രയാണ്. എല്ലാവരും മടുത്തിട്ടുണ്ട്, കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ചിലർ ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരു ക്ഷീണമാണ്. ഓക്കെ ബൈ, ടാറ്റാ.